ഇന്ത്യൻ സിനിമയുടെ ഭാവി ദുരന്തർ ദ റിവഞ്ച് നിശ്ചയിക്കും. ഇത് എന്റെ വാക്കല്ല, ദുരന്തർ 2 റിലീസിന് മുൻപ് നായകൻ രൺവീർ സിംഗ് പറഞ്ഞതാണ്. രൺവീർ മാത്രമല്ല, ദുരന്തർ സിനിമകളെ ഐതിഹാസികമായി കാണുന്നവർ സിനിമയ്ക്കകത്തും പുറത്തുമുണ്ട്. പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ രാംഗോപാൽ വർമ്മയുടെ അഭിപ്രായത്തിൽ ക്രിസ്റ്റഫർ നോളനും സ്റ്റീവൻ സ്പിൽബർഗും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തിവെച്ച് ദുരന്തർ 2 കാണണം. RGVയെ കുറ്റം പറയാൻ പറ്റില്ല. ക്രാഫ്റ്റ് കൊണ്ട് ഏതൊരാളുടെയും യുക്തിയുടെ കണ്ണ് കെട്ടാൻ സംവിധായകൻ ആദിത്യ ധറിന് സാധിക്കുന്നുണ്ട്. ആദ്യ ഭാഗത്തിൽ എന്ന പോലെ രണ്ടാം ഭാഗത്തിലും ആക്ഷനും വയലൻസും തന്നെയാണ് ദുരന്തർ ദ റിവഞ്ചിന്റെയും ഹൈലൈറ്റ്. വയലൻസ് അല്പം കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ജസ്കരീത് സിംഗ് രാങ്കി എന്ന പഞ്ചാബി യുവാവ് എങ്ങനെ ഹംസ അലി മസാരിയായി? പാകിസ്ഥാൻ അധോലോകത്തിലേക്കും അതുവഴി തീവ്രവാദ ശൃംഖലയിലേക്കും നടന്നു കയറാൻ അല്ല, നുഴഞ്ഞു കയറാൻ അയാളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇതാണ് ദുരന്തർ 2 പറയുന്നത്. സിനിമയുടെ ടൈറ്റിലിൽ തന്നെ ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട്. പ്രതികാരം, സ്വന്തം വീടിനും നാടിനും വേണ്ടിയുള്ള റിവഞ്ച്. സിനിമ തുടങ്ങിയ ആദ്യ 5 മിനിറ്റിൽ തന്നെ ഗാങ്സ്റ്ററും UPയിൽ നിന്നുള്ള മുൻ MP-യുമായ ആദിഖ് അഹമ്മദിൽ നിന്ന് പേരിലും രൂപത്തിലും മില്ലി വ്യത്യാസം മാത്രമുള്ള ഒരു വ്യക്തിയെ കാണിക്കുന്നു. അടുത്ത സീനിൽ ജസ്കരീദിനെ ഹംസ ആക്കിയ സംഭവവും. ഇത്രയും പറഞ്ഞു വെച്ചതിന് ശേഷമാണ് കഥ കൂടുതൽ സംഭവ പരമ്പരകളിലേക്ക് നീങ്ങുന്നത്. മോദി ഇന്ത്യയിലാണ് ഇത്തവണ കഥ നടക്കുന്നത്. ഇത് കേവലം സമയം അടയാളപ്പെടുത്താനുള്ള സൂചകം മാത്രമല്ല. നരേന്ദ്രമോദി ഇല്ലെങ്കിൽ ഈ സിനിമ ഉണ്ടാകില്ല. അതെ, പ്രധാനമന്ത്രിയായുള്ള മോദിയുടെ സത്യപ്രതിജ്ഞ, നോട്ട് നിരോധിക്കാനുള്ള തീരുമാനം എന്നിവ കഥയുടെ സുപ്രധാന വഴിത്തിരിവാണ്. ഇതാണ് ഹംസയ്ക്ക് ഇന്ത്യക്ക് പ്രതികാരം ചെയ്യാനുള്ള സുവർണാവസരം ഒരുക്കുന്നതെന്നാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. മോദി ഈ സിനിമയിൽ അവതാര പുരുഷനാണ്, പുതിയ ഇന്ത്യയുടെ സ്ഥാപകനാണ്. ഗംഭീര ആക്ഷനും ഫ്രെയിമുകൾക്കും പാട്ടുകൾക്കും ഇടയിൽ ചെറുതായി മോദി, യോഗി എന്നൊക്കെ പറയുന്നത് കാര്യമാക്കേണ്ടതുണ്ടോ? സിനിമ ഫിക്ഷൻ അല്ലേ? അല്ല. മോദിയെ വ്യക്തമായി സ്ക്രീനിൽ കാണിക്കുകയും രാജ്യത്ത് നടന്ന വൈകാരികമായി നമ്മളെ പ്രകോപിപ്പിച്ചേക്കാവുന്ന സംഭവങ്ങളിലൂടെ കഥ പറയുകയും ചെയ്യുമ്പോൾ സിനിമയ്ക്ക് മുൻപ് എഴുതി കാണിക്കുന്ന ഡിസ്ക്ലൈമർ അർത്ഥശൂന്യമാണ്. മോദിയെയും യോഗിയെയും തോൽപ്പിക്കാൻ യൂണിവേഴ്സിറ്റികൾക്കും NGOകൾക്കും ജേർണലിസ്റ്റുകൾക്കും സോഷ്യലിസ്റ്റുകൾക്കും പാകിസ്ഥാൻ ഫണ്ട് നൽകിയെന്ന് പറയുമ്പോൾ സിനിമ കാണിയിലേക്ക് രാഷ്ട്രീയം കുത്തിവെക്കുന്നുണ്ട്. മോദിയുടെ നയങ്ങളാണ് ഇന്ത്യയെ തിരിച്ചടിക്കാൻ പ്രാപ്തരാക്കിയതെന്ന് പറയുമ്പോൾ അതിനു മുൻപ് ഈ രാജ്യം ഭരിച്ചത് പാവ സർക്കാരുകളാണെന്ന് സൂചിപ്പിക്കുമ്പോൾ അത് ഇമേജ് ലോണ്ടറിങ്ങിനപ്പുറം മറ്റൊന്നുമല്ല. എതിർസ്വരങ്ങളെ അതിദേശീയത കൊണ്ട് മ്യൂട്ട് ചെയ്യാൻ സംഘപരിവാർ ഉപയോഗിക്കുന്ന അതേ ആഖ്യാനമാണ് ഈ സിനിമയും പിന്തുടരുന്നത്. ഒരു ആക്ഷനും അത് മറക്കാൻ സാധിക്കില്ല. കേരള സ്റ്റോറികൾ എടുക്കുന്നവർ ദുരന്തർ ഉറപ്പായും കണ്ടിരിക്കണം. ഇത് നിങ്ങൾക്കുള്ള വർക്കിംഗ് മാനുവലാണ്. പ്രൊപ്പഗാൻഡ പടങ്ങൾക്ക് ഒരു പാഠപുസ്തകം. ആദിത്യ ധർ ഈ പുസ്തകത്തെ പുതിയ കാല ചേരുവകളുടെ വർണ്ണക്കടലാസ് കൊണ്ട് മനോഹരമായി പൊതിഞ്ഞിരിക്കുകയാണ്. അതിനുള്ളിൽ അതിദേശീയതയും സംഘപരിവാർ ഭക്തിയും ഒളിഞ്ഞിരിക്കുന്നു. ശാശ്വത് സച്ദേവിന്റെ സംഗീതവും ശിവകുമാർ V പണിക്കരുടെ എഡിറ്റിങ്ങും വികാസ് നൗലാഖയുടെ ക്യാമറയും ഒരു പരിധി വരെ വിദഗ്ധമായി ഇത് മറയ്ക്കുന്നുണ്ട്. പക്ഷേ മുദ്രാവാക്യങ്ങൾ പതുക്കെ വിളിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും RGVക്ക് ഒരു തിരുത്തുണ്ട്. നോളനും സ്പിൽബർഗിനും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി തുടരാം. ആദിത്യ ധറിന് സമയം കിട്ടിയാൽ ശ്രീറാം രാഘവന്റെ ഇക്കീസ് ഒന്ന് കണ്ടു നോക്കാം.